ഒരു രൂപയുടെ ഓപ്ഷന്റെ പ്രീമിയം എക്സ്പയറി ഡേയിൽ 100 ആകുന്നത് കണ്ടിട്ടുണ്ടോ? ഈ ഒരു സ്പൈക്കിനെ പറയുന്ന പേരാണ് ഗാമ സ്പൈക്ക്. ഇത് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം ഡെൽറ്റ ഡിസ്ട്രിബ്യൂഷനെ പറ്റി പഠിക്കണം. നോർമലി അറ്റ് ദ മണി സ്ട്രൈക്കിന് ഓൾമോസ്റ്റ് ഒരു 0.5 ഡെൽറ്റ ഉണ്ടായിരിക്കും. ജസ്റ്റ് OTM ഒരു 0.3 ഡെൽറ്റ ഉണ്ടായിരിക്കും. എന്നാൽ എക്സ്പയറി ഡേയിൽ ഇതേ ഡെൽറ്റ തന്നെ ഉണ്ടായിരിക്കുകയും ചെയ്യും. എന്നാൽ ഓപ്ഷന്റെ പ്രീമിയം പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഒരു 10 രൂപ 15 രൂപയൊക്കെ ആയിരിക്കും. എക്സ്പയറി ഡേയിൽ ഉച്ചയ്ക്ക് ശേഷം 10 രൂപ 15 രൂപ പ്രീമിയം ഉള്ള ഈ സ്ട്രൈക്കിന് നോർമൽ ഡേയിൽ 200 300 രൂപയും പ്രീമിയം ഉണ്ടായിരിക്കും. പക്ഷേ ഈ രണ്ട് സെനാരിയോയിലും ഡെൽറ്റ സെയിം ആയിരിക്കും. എക്സ്പയറി ഡേയിൽ മാർക്കറ്റ് നമുക്ക് അനുകൂലമായിട്ട് പെട്ടെന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷന്റെ പ്രീമിയം ഡ്രാസ്റ്റിക്കലി കയറും. ഈ നമ്മൾ പറഞ്ഞ ഓപ്ഷന്റെ പ്രീമിയം. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ ഡ്രാസ്റ്റിക്കലി ഇൻക്രീസ് ചെയ്യും ഡ്യൂ ടു ഗാമ. ഇത് ഡ്രാസ്റ്റിക്കലായിട്ട് കയറാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഓപ്ഷന്റെ പ്രീമിയം വളരെ ചീപ്പാണ് ബിക്കോസ് ഓഫ് ടൈം വാല്യൂ. ഇതേ മൂവ്മെന്റ് നോർമൽ ഡേയ്സ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡ്രാസ്റ്റിക് മൂവ്മെന്റ് നമുക്ക് കാണാൻ കഴിയില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നോർമൽ ഡേയിൽ ഓൾറെഡി ഓപ്ഷന്റെ പ്രീമിയം അത്യാവശ്യം ഉണ്ടായിരിക്കും ബിക്കോസ് ഓഫ് ഹൈ ടൈം വാല്യൂ. അതുകൊണ്ട് തന്നെ ഈ ഗാമയിൽ വരുന്ന ഈ സ്പൈക്ക് നമുക്ക് വിസിബിൾ ആവില്ല. ഈ ഗാമ ആക്സലറേഷനെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ഡെൽറ്റ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടും ടൈം വാല്യൂനെ കുറിച്ചിട്ടും നല്ല ധാരണ ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഒരു ഏകദേശ ധാരണ ഉണ്ടായാൽ പോലും നിങ്ങൾ ഓപ്ഷൻ ബയർ ആണെങ്കിലും സെല്ലർ ആണെങ്കിലും ഹെഡ്ജ് ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങളുടെ ട്രേഡിംഗിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും.